കർത്താവായ യഹോവേ, നിന്റെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സർവഭൂമിയിലും ശ്രേഷ്ഠമായിരിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. നാം ഒരുമിച്ചുള്ള കൂട്ടായ്മയാൽ ദൈവത്തിൻ്റെ മഹത്വവും നമുക്കൊക്കെ ആത്മീയ വർധനവും ക്രിസ്തുവിലുള്ള സ്ഥിരതയാർന്ന വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം ഈ കൂടി വരുന്നത് ഒരിക്കലും വ്യർത്ഥമായും നമ്മുടെ ന്യായവിധിക്ക് കാരണമായും തീരാതെ നാം എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിൽ ശക്തരായി അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് കാരണമാകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ദൈവവചന പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന നിങ്ങളേവരെയും ഞാൻ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ലൗകികമായ പ്രതിഫലങ്ങൾ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാതെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരേണ്ടതിന് ദൈവം അവസരങ്ങളെ നൽകുന്നല്ലോ. സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ ശിക്ഷ ഭയന്നും പ്രതിഫലം കൊതിച്ചും കൊണ്ട് നമ്മൾ ദൈവത്തോടടുത്തു വരുന്നവരും ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരും ദൈവഹിതം നിറവേറ്റുന്നവരുമായി തീരാതെ നമുക്കെന്ത് ലഭിക്കും, എന്ത് നഷ്ടപ്പെടും, ഇതൊന്നും ചിന്തിക്കാതെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ദൈവഹിതത്തെ നിറവേറ്റുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. മുമ്പും നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ കൽപ്പനകളുടെ അനുസരണത്തെക്കാൾ തിരുഹിതത്തിൻ്റെ പൂർത്തീകരണം എന്നത് നമ്മുടെ ലക്ഷ്യമാകട്ടെ. സ്തോത്രം. വിവരിക്കേണ്ടതില്ലല്ലോ. ദൈവം അതിന് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിച്ച് നമ്മുടെ ചിന്തകൾ തുടരാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും? സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് നമുക്ക് ഈ പുസ്തകത്തിനകത്ത് തരുന്ന ആദ്യത്തെ താക്കീതായിട്ട് നമ്മൾ ഈ വാക്യത്തെ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. വാർണിംഗ് അഗൻസ്റ്റ് refusal of the word of God. ദൈവവചനത്തിൻ്റെ തിരസ്കരണം എന്ന മാരകമായ അപകടത്തിനെതിരായി, പാപത്തിനെതിരായി ലേഖകൻ നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. സ്തോത്രം. ദൈവവചനത്തെ ലംഘിക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവവചനം. ദൈവവചനത്തിൻ്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്, എല്ലാറ്റിനും മുകളിലാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 7 കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിച്ചത് ഓർമ്മ കാണുമല്ലോ.
ആവർത്തിക്കണോ? ആവർത്തന വിരസത ഒഴിവാക്കാനാണ് ഞാൻ ഈ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നത്. ദ സുപ്രീമസി ഓഫ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗാഡ്, എഴുതപ്പെട്ട വചനത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മൾ 7 കാര്യങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അന്നുണ്ടായിരുന്ന പലരും ഇന്നുണ്ട്, പുതുതായിട്ടുള്ള ചിലർ മാത്രം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. ആവർത്തിക്കണോ? ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാകുന്നു, അതല്ലേ? അല്ല, അല്ല, അത് about the ദൈവവചന. church and his name as the Holy Spirit. യെസ്, റൈറ്റ്. ജോച്ചാൻ അമ്മമ്മയും കൂടെ ഒരുമിച്ചാ പറഞ്ഞു. വെരി ഗുഡ്. ദൈവവചനം അല്ലെങ്കിൽ എഴുതപ്പെട്ട തിരുവെഴുത്ത് അല്ലെങ്കിൽ ബൈബിൾ, സാധാരണമായി പറഞ്ഞാൽ ബൈബിൾ സഭയ്ക്ക് അതീതമാണ്. ഇറ്റ് ഈസ് സുപ്രീം ടു ഓർ ഓവർ, ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട്, ഫാർ എബവ് ദ ചർച്ച് ഇറ്റ് സെൽഫ്. സഭയ്ക്ക് അതീതമാണ്. എബവ് ദ ചർച്ച് ലീഡേഴ്സ്, സഭാ നേതാക്കൾക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിന്, പോപ്പ് ഉൾപ്പെടെ. ലോകം അറിയുന്ന ക്രൈസ്തവ നേതാവ് പോപ്പ. ചച്ചകോടുകാരൻ പറയണം ജനറൽ ഓവർസിയർക്കും മുകളിലാണ്. IPC-ക്കാർ പറയണം ജനറൽ പ്രസിഡന്റിനും മുകളിലാണ്. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രഭാഷകന്, ഏറ്റവും കൂടുതൽ കേൾവിക്കാരുള്ള തീപ്പൊരി പ്രസംഗകന്, ബൈബിൾ അധ്യാപകന്, തിയോളജിയന് ഒക്കെ മുകളിലാണ് എഴുതപ്പെട്ട വചനം. 3, ഇറ്റ്സ് ഫാർ ബിയോണ്ട് ചർച്ച് ട്രഡീഷൻസ്, സഭാ പാരമ്പര്യത്തിന് അതീതമാണ്. 4, ഹ്യൂമൻ റീസൺ, മനുഷ്യന്റെ യുക്തിക്ക് അതീതമാണ്. എബവ് അവർ എക്സ്പീരിയൻസസ്, നമ്മുടെ അനുഭവങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം അതീതമാണ്. ഫീലിങ്സ്, നമ്മുടെ തോന്നലുകൾക്ക് അതീതമാണ്. അങ്ങനെ വന്ന ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ദ റിട്ടൺ വേർഡ് ഈസ് ഫാർ ബിയോണ്ട് ഈവൻ ദ നെയിംസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സകല നാമത്തിനും മീതെയാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. 138-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് നാം അതിനാധാരമായിട്ട് കണ്ടിട്ടുള്ളത്. സ്തോത്രം. നീ നിന്റെ നാമത്തിന് മീതെയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നീ നിന്റെ നാമത്തിന് മീതെയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ചില ഇംഗ്ലീഷ് വേർഷൻസിൽ കുറെ കൂടെ വ്യക്തതയോടെ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. നമ്മളതും നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സ്തോത്രം. നാം പ്രത്യേകിച്ച് ആംപ്ലിഫൈഡ് വേർഷനും പല വേർഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആ വേർഷനിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: You have exalted above all else your name and your word, and you have magnified your word above all your name. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി അങ്ങയുടെ നാമത്തെയും വചനത്തെയും ഉയർത്തിയിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ വചനത്തെ എല്ലാറ്റിനും മീതെ എന്ന് വെച്ചാൽ അങ്ങയുടെ നാമത്തിനു മീതെ പോലും മഹത്വപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. See the importance of the word of God. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത. നമ്മൾ പലപ്പോഴും അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക. അരുത്, അത് തെറ്റാണ്.
ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 1-2 മാസത്തോളമായിട്ട് സഭായോഗങ്ങളിൽ ഞങ്ങളുടെ ചെറിയ കൂടിവരവിൽ ധ്യാനിക്കുന്നത് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായമാണെന്ന്. അതിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 പത്രോസ് 1-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട്, സിമ്പിളായിട്ട് ഞാൻ പറയാം, സുവിശേഷം അറിയിച്ചത് നിർമ്മിത കഥകളെ ആസ്പദമാക്കി ആയിരുന്നില്ല. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. സ്തോത്രം. ഞങ്ങൾ, അതിൻ്റെ സരളമായ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചത്, ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിർമ്മിത കഥകളെ ആസ്പദമാക്കിയല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ ആയിട്ടത്രേ. എന്ന് വെച്ചാൽ ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. എപ്പോഴാണ് കണ്ടത്? അടുത്ത വാക്യം വായിച്ചോ സുജയ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സെങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. നമുക്കറിയാം, മത്തായി 17-ാമത്തെ അധ്യായത്തിൽ കാണുന്ന അപ്പോസ്തോലിക ത്രയങ്ങളെയും കൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും, അവരാണല്ലോ ശിഷ്യത്രയങ്ങൾ. കർത്താവ് എപ്പോഴും കൂടെ കൊണ്ടുപോകുമായിരുന്ന 3 ശിഷ്യന്മാർ. അവരെയും കൊണ്ട് മരുരൂപമലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തെ യേശുവിൻ്റെ തേജസ്കരണ അനുഭവത്തെയാണ് പത്രോസ് ഇവിടെ വിവരിക്കുന്നത്. എന്തൊരു വലിയ അനുഭവം അല്ലേ! സ്തോത്രം. കർത്താവിനെ തേജസ്സോടെ അവർ ഒന്ന് കണ്ടു. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. അവരോട് 3 പേരോടുമായിട്ടാണ് ദൈവം സംസാരിച്ചത്, വേറെ ആരോടും അല്ല. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്! പക്ഷേ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നിക്കണേ സുജയ്. ഈ യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികൾ, അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ദൈവശബ്ദം കേട്ടവർ, ആ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ആ നേരിട്ടുള്ള ദൃക്സാക്ഷികളായ അനുഭവം അവർ വിവരിക്കുമ്പോൾ, അതിലവർ അഭിമാനം കൊള്ളുമ്പോൾ, അതിൻ്റെ ആധികാരികതയിൽ അവർ അടിസ്ഥാനപ്പെട്ടിരിക്കുമ്പോൾ, പക്ഷേ 19-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ ഞങ്ങളുടെ അനുഭവത്തെക്കാളും അധികം ശ്രേഷ്ഠമായിട്ടുള്ള, അധികം സ്ഥിരമായിട്ടുള്ളത് മറ്റൊന്നാണ്. മറക്കരുത്, എബ്രായലേഖനം 2:2 നമ്മുടെ ധ്യാന വിഷയം. സ്തോത്രം. അതിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ ഒന്നും കൂടെ നോക്കുന്നത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്ന് പറഞ്ഞു വരുന്ന വചനം, അല്ലെങ്കിൽ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് എബ്രായ ലേഖനത്തിൽ നമുക്കുള്ള താക്കീത്. ദൂതന്മാർ മുഖാന്തരം പഴയ നിയമത്തിൽ മധ്യസ്ഥന്മാർക്ക് കൈമാറിയ ദൈവവചനം, അതിൻ്റെ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചുവെങ്കിൽ,
എഴുതപ്പെട്ട തിരുവചനത്തിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. കണക്ട് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ? സ്തോത്രം. കുഴപ്പമില്ലല്ലോ? ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞേക്കണേ. എവിടുന്ന് എവിടെ പോയി എന്നാരും ചിന്തിക്കരുത്. ഈ ദൈവവചനത്തിന്റെ പ്രാധാന്യമാണ് പത്രോസ് പറഞ്ഞത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഞങ്ങൾ പിതാവായ ദൈവത്തിന്റെ ശബ്ദം സ്വന്തം കാതുകൊണ്ട് കേട്ടതാണ്. അതാണ് ഞങ്ങൾ നിങ്ങളെ ദൃക്സാക്ഷികളായിട്ട് അറിയിച്ചു തന്നത് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു, ഞങ്ങൾക്ക് മറുരൂപമലയിൽ വെച്ച് ഉണ്ടായ ദൈവ തേജസ്സിന്റെ, ക്രിസ്തു മഹത്വത്തിന്റെ ആ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ആ നേരിട്ടുള്ള അനുഭവത്തെക്കാൾ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് മറ്റൊന്നാണ്. എന്തുവാ? 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, പ്രവാചകവാക്യം. പ്രവാചകവാക്യം അതെന്തല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞോ പറയാതെയോ ദൂതെന്നും പറഞ്ഞുകൊണ്ട് 2026 ദൂതെന്നും പറഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞ കാര്യമല്ല ഇവിടുത്തെ പ്രവാചകവാക്യമെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. പിന്നെന്താ ആ പറയുന്നത്? എഴുതപ്പെട്ട തിരുവെഴുത്തിനെ കുറിച്ചാണ്, എഴുതപ്പെട്ട ദൈവവചനത്തെക്കുറിച്ചാണ് അവിടെ പ്രവാചകവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ വിവരണമാ 20ഉം 21ഉം വാക്യങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രവാചകവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. എളുപ്പം നാം വളരെ പ്രാധാന്യത്തോടെ ഓർത്തുകൊള്ളണേ. നമ്മുടെ അനുഭവങ്ങളെക്കാൾ, അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ദ വേർഡ്, ദ റിട്ടൺ വേർഡ് ഈസ് ഫാർ അബവ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഞങ്ങൾ പണ്ട് പരസ്യയോഗങ്ങൾക്കൊക്കെ പോകുമ്പം നാട്ടിൽ വെച്ച് ഒരു ശൈലിയായിരുന്നു, ഒരു തത്വത്തെ മറ്റൊരു തത്വം കൊണ്ട് ഖണ്ഡിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊടുവിൽ പറയും, എന്നാൽ അനുഭവത്തെ ഒന്നുകൊണ്ടും ഖണ്ഡിക്കാനൊക്കത്തില്ല. ഇതാ കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിൻ്റെ അനുഭവ സാക്ഷ്യമെന്നും പറഞ്ഞ് എങ്ങനെ അയാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു, നമ്മുടെ ഇന്നത്തെ പലയിടത്തും കേൾക്കുന്ന സാക്ഷ്യം പോലെയല്ല, സുവിശേഷം പറയാൻ വേണ്ടി ഒരു അനുഭവം പറയുന്ന ഒരു കാര്യം പറയുമായിരുന്നു. അനുഭവത്തെ ഒന്നുകൊണ്ടും ഖണ്ഡിക്കാൻ പറ്റില്ല എന്ന ഒരു വാദം നിലനിൽക്കുന്നു. അതിലാണ് പലരും പിടിച്ചു നിൽക്കുന്നത്. ഞാൻ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ അതെനിക്ക് ചൂടായിട്ട് തോന്നി, എനിക്കത് തണുപ്പായിട്ട് തോന്നി, എനിക്കന്നേരം കരച്ചിൽ വന്നു, എനിക്കന്നേരം ചിരി വന്നു എന്നൊക്കെ പറഞ്ഞ് പലതിനെയും അനുഭവങ്ങൾ കൊണ്ട് സാധൂകരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വളരെ ഗൗരവത്തോടെ പത്രോസ് പറയുന്നു, പത്രോസിൻ്റെ അനുഭവത്തെ പോലെ വേറെ അനുഭവം, അത്രയും വലിയ അനുഭവമൊന്നും വേറെ ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. സാക്ഷാൽ ക്രിസ്തുവിനോട് കൂടെ മറുരൂപമലയിൽ യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ട് കാണുകയും അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ദൈവശബ്ദം നേരിട്ട് കേൾക്കുകയും ഒക്കെ ചെയ്ത, നിയോഗം ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ഈ പത്രോസ് പറയുന്നു, ഞങ്ങളുടെ അനുഭവത്തെക്കാൾ സ്ഥിരമായി ഉള്ളത് പ്രവാചകവാക്യമാണ്. സ്തോത്രം. അത് എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അനുഭവങ്ങൾ ഒരാൾക്കുണ്ടാകാം. ഇന്നത്തെ അനുഭവങ്ങൾ ഒരുപക്ഷെ നാളെ ആവർത്തിക്കപ്പെട്ടില്ലെന്നും വരാം. ഒരാൾക്കുണ്ടാകുന്ന അനുഭവം മറ്റൊരാൾക്കുണ്ടാകണമെന്നുമില്ല. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ അമ്മയും പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരും അടങ്ങുന്ന 120 പേരുടെ സംഘം ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്നു. എൻ്റെ ചിന്തയിൽ അവർ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു.
24 മണിക്കൂറും. എന്നിട്ടാണ് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നത്. എന്നാൽ 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ, ആക്സ് 10, അവിടേക്ക് വരുമ്പോൾ ജെൻറ്റൈൽസ് ആയിട്ടുള്ള, ജാതികളായിട്ടുള്ള കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൂടിയവരുടെ മേൽ 10 ദിവസമോ 2 ദിവസമോ ഒന്നും ഒരു കാത്തിരിപ്പും നടന്നില്ല. ആദ്യത്തെ സുവിശേഷ പ്രസംഗ കേൾവിയിൽ തന്നെ കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവര് നേരത്തെ കേട്ടവരല്ല, വിശ്വസിച്ചവരല്ല, യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്നും നമുക്കറിയില്ല. കണ്ടിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സ്നാനപ്പെട്ടിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ആത്മാവ് വന്നു. ആ അനുഭവം 1-ാം നൂറ്റാണ്ടിൽ വേറെ ആരുടെയും എങ്ങും ഒരു ശുശ്രൂഷയിലും ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ എങ്ങും എവിടെയും മാറ്റമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമായി നിൽക്കുന്ന ഒന്നാണ് പ്രവാചക വാക്യം എന്ന് പത്രോസ് പറയുന്ന എഴുതപ്പെട്ട ദൈവവചനം. അതേക്കുറിച്ച് 20ഉം 21ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 21-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, ഈ വചനം നമുക്ക് ലഭിച്ചത് ദൈവകൽപ്പനയാൽ. ഒരു കാര്യം കൂടെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്. സ്തോത്രം. ഹിന്ദിയിൽ വായിക്കുന്നത് ഭക്തഗൺ എന്നാണ്. വിശുദ്ധന്മാർ, ഭക്തന്മാർ ദൈവകൽപ്പനയാൽ നമുക്ക് എഴുതി തന്നതും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് നമുക്ക് തന്നതുമാണ്. അപ്പോൾ ഈ വചനം അത്രയ്ക്ക് സ്ഥിരതയോടെ നിൽക്കുന്നതാണ്. എബ്രായർ 2:2 പറഞ്ഞു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ അതിന് മാറ്റമില്ല, അതിൽ ഒന്നും തിരുത്തേണ്ടതായി വന്നിട്ടില്ല, അതങ്ങനെ തന്നെയാണ്. ഇവിടെ പത്രോസും പറയുന്നു, പ്രവാചകവാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്, അധികം സ്ഥിരമായി നമുക്കുണ്ട്. സ്തോത്രം. അപ്പോൾ എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ആ പ്രാധാന്യം നാം ദൈവത്തിൻ്റെ വചനത്തിന് നൽകണം, ദൈവവചനത്തിന് നൽകണം. സ്തോത്രം. We have the prophetic word firmer still. Firmer still. സ്തോത്രം. അധികം സ്ഥിരതയോടെ മാറ്റമില്ലാത്തതായി നിൽക്കുന്ന ദൈവവചനത്തെ നാം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു? ട്രസ്പാസ് ചെയ്യരുത്, വയലേറ്റ് ചെയ്യരുത്, ലംഘിക്കരുത്. 2, അനുസരണക്കേട് കാണിക്കരുത്. സ്തോത്രം. ഡോണ്ട് വയലേറ്റ് ആൻഡ് ഡോണ്ട് ഡിസൊബേ. സ്തോത്രം. ഇപ്പം ലംഘനം, ട്രസ്പാസിങ്ങും ട്രാൻസ്ഗ്രഷനും വയലേഷനും ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ. അതിനോട് ചേർത്ത് തന്നെ പറയുന്ന ഒന്നാണ് അനുസരണക്കേട്. അനുസരണക്കേട്, ആദാമ്യ പാപം. ഈ 2 പാപങ്ങളായിട്ടാണ് തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് ആദാമിൻ്റെ ലംഘനം എന്ന് ഇന്നലെ നമ്മൾ റോമർ 5-ന്റെ
14 നിന്ന് കണ്ടു. മറ്റൊന്ന്, ദൈവം അവനോട് കൽപ്പിച്ചത് അവൻ അനുസരിച്ചില്ല. അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. സ്തോത്രം. വളരെ നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു പാപമാണ് ഈ അനുസരണക്കേട് എന്നുള്ളത്. ഈ അനുസരണക്കേട് ഇവിടെ കൊടുത്തിരിക്കുന്ന മൂലവാക്ക് പാരാക്കോയി എന്നൊരു വാക്കമാണ്. പാരാക്കോയി, PARAKO പാരാക്കോയി, പാരാക്കോയി. അവിടെ നമ്മൾ കാണുന്ന പാറ എന്ന് വെച്ചാൽ എസൈഡ്, എസൈഡ്, മാറ്റിവെക്കുക, വശത്തേക്ക് മാറ്റിവെക്കുക. അക്കൗ, അക്കൗ, അതിൻ്റെ അർത്ഥം ടു ഹിയർ. രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ പറയുന്നത് എ റിഫ്യൂസൽ ടു ഹിയർ. കേൾക്കാതെ മാറ്റിവെക്കുന്ന, കേൾവി തന്നെ നിരസിക്കുന്ന ഒരു പ്രകൃതമെന്ന ഇവിടുത്തെ അനുസരണക്കേടിൻ്റെ അർത്ഥം. മറ്റൊരു പദമുണ്ട്, എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പദം ഈ പാരാക്കോയി എന്നൊരു പദമാണ്. അപ്പൈഥെയ്യ എന്ന മറ്റൊരു പദമുണ്ട് അനുസരണക്കേടിന്. ചില ഭാഗങ്ങളിലൊക്കെ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ എബ്രായർ 2:2 നമ്മൾ കാണുന്നത് ഈ പാരാക്കോയി എന്ന പദമാണ്. അതേ പദം തന്നെ നമുക്ക് വേറെയും ചില ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയും. റോമർ 5:19 വാക്യം, 5:19 റോമൻസ്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ ആയിത്തീരും. കണ്ടോ, അവിടെ ഏകന്റെ അനുസരണക്കേടിനാൽ. അപ്പോൾ ആദാമിൻ്റെ അനുസരണക്കേടെന്ന പാപത്തിനും ഇതേ പദം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആദാം ഏത് ഇൻറ്റൻസിറ്റിയിൽ, ഏത് തീവ്രതയിലാണോ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതിരുന്നത്, അതേ തീവ്രതയിൽ തന്നെയാണ് ഇസ്രായേൽ മക്കൾ കൊടുത്ത ന്യായപ്രമാണവും അനുസരിക്കാതിരുന്നത്. നാമും നമുക്ക് കിട്ടിയ പ്രമാണം, ദൈവവചനം, അതേ തീവ്രതയിൽ തന്നെയാണ് അനുസരിക്കാതിരിക്കുവാൻ സാധ്യതയുള്ളതായി ഇവിടെ പറയുന്നതും അരുത് എന്ന് വിലക്കുന്നതും. ഫോളോയിങ് മീ. പാരാക്കോയി, the same word used for the disobedience of Adam and Eve in the Garden of Eden. Yesterday we had seen the 3 stages of Adamic sin: doubting the purpose and person of God, disbelieving the word of God, and breaking the commandment of God. സ്തോത്രം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവ കൽപ്പനയെ ആദം ഹവ്വമാർ ലംഘിച്ചതിൻ്റെ 3 തലങ്ങൾ നമ്മൾ കണ്ടു. 3 തലങ്ങൾ. സ്തോത്രം. ഇവിടെ ആദാം കൽപ്പന ലംഘിച്ചതിന് തത്തുല്യമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. In which intensity Adam disobeyed God in Garden of Eden. Here the Jews, Israelites, also disobeyed the law of the Lord given through Moses, given through the angels. In the same way, if we also disobey God's commandments, God's word will be in the very standard
will be in the same intensity of the disobedience of Adam and Eve. And it is prohibited here in Hebrews 2 verse 2. പിന്നെയും നമ്മൾ അതേ വിഷയം തന്നെ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 10:6 വാക്യം. 2 Corinthians 10 verse 6. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കും. സ്തോത്രം. അവിടെയും ഇതേ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് ഒരർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുന്നത് തൻ്റെ പിതൃ അധികാരത്തിൽ നിന്നുകൊണ്ടാകട്ടോ, അല്ലാതെ ഒന്നുമല്ല. പൗലോസിൻ്റെ പിതൃ അധികാരത്തിൽ നിന്നുകൊണ്ടാണ്. അതാണ് പൗലോസ് 1-ാം ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഗുരുക്കന്മാരേറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ, കാരണം ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. ഗുരുക്കന്മാർ പലരുണ്ട്, നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഒത്തിരി പേരുണ്ട്, ഒരാൾ മാത്രമൊന്നുമല്ല. പക്ഷേ ജനിപ്പിച്ചത് ഞാൻ മാത്രമാണ്. ആ പിതൃ അധികാരത്തിൽ നിന്നുകൊണ്ട് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ഞാൻ ഇനിയും വടി കൊണ്ടുവരണോ, സ്നേഹത്തോടെ വരണോ? അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ 10:6 വാക്യത്തിലും പൗലോസ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന അനുസരണക്കേട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നാം ഈ പാരാക്കോയി, എ റിഫ്യൂസൽ ടു ഹിയർ, കേൾക്കാൻ തന്നെ മനസ്സില്ലായ്മ. കേൾക്കുക തന്നെ. ഈ കേൾക്കുക എന്നതും രണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. ചിലപ്പം ഞങ്ങളിലേക്ക് അടുക്കലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ മക്കളെ കൊണ്ടുവരും. पास्टर जी जरा प्रार्थना करना हमारे बेटा के लिए, ये तो बिल्कुल सुनता नहीं है. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ബഹര है? नहीं बहरा नहीं है, वैसे तो सुनता है लेकिन सुनता नहीं है, मानता नहीं है. അപ്പം അമ്മ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, പാസ്റ്റർ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇവൻ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ എന്താ, ചെവി കേൾക്കാത്ത ആളാണെന്നാണോ അർത്ഥം? സാധാരണ ഭാഷയിൽ പറഞ്ഞ പൊട്ടനാണെന്ന് അർത്ഥം? അല്ലല്ല, പൊട്ടനൊന്നുമല്ല. ചെകിടൻ, ബധിരനൊന്നുമല്ല. അവിടെ കേൾക്കുക എന്നതിനർത്ഥം അനുസരിക്കുക എന്നാണ്. അതാണ് കേൾക്കുക എന്നും പറഞ്ഞാൽ 2 കേൾവികൾക്കും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഈ 2 തരത്തിലും ചെവി കൊണ്ട് കേൾക്കാൻ പോലും എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാൻ പോലും മനസ്സില്ലാത്തവർ, ശ്രദ്ധിച്ചിട്ട് വേണ്ടേ അനുസരിക്കുന്നത്. അത് തന്നെ ഇല്ല. വളരെ അശ്രദ്ധമായിട്ട്, നിരുത്തരവാദിത്വപരമായി ദൈവത്തിൻ്റെ വചനത്തെ കൈകാര്യം ചെയ്യുന്ന അനുഭവത്തിന്, അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനുസരണക്കേട്. Not giving heed to the word. As 2 verse 1 says, we need to give more heed to the word. ദൈവവചനത്തെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് 2-ാം വാക്യത്തിൽ പറയുന്ന അനുസരണക്കേട്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. സ്തോത്രം. 1-ാം വാക്യത്തിൽ പറഞ്ഞു, നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം.
റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ്സ് നാം അവഗണിക്കാറില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒത്തിരി ശബ്ദങ്ങളുണ്ട്. കച്ചവടക്കാരുടെ, യാത്രക്കാരുടെ ഒത്തിരി ശബ്ദങ്ങൾ. ട്രെയിനിൻ്റെ ഹോണടി, ട്രെയിൻ വരികയും പോവുകയും ചെയ്യുന്ന അതിൻ്റെ എൻജിൻ്റെ ശബ്ദം, ഭയങ്കര ശബ്ദമാണ്. ഒത്തിരി ശബ്ദങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ ട്രെയിൻ കാത്തു നിൽക്കുന്ന ഒരുവൻ ഈ ശബ്ദങ്ങൾക്കൊക്കെ ഇടയിലൂടെ അവന് പോകേണ്ട ട്രെയിനിനെ കുറിച്ച് എന്തെങ്കിലും അറിയിപ്പുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എയർപോർട്ടിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ, ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കും. ചിലപ്പോൾ അനൗൺസ് ചെയ്യാതെ തന്നെ ഗേറ്റ് മാറ്റും. ചിലപ്പോൾ പറഞ്ഞതിനേക്കാൾ മുമ്പ് ബോർഡിങ് തുടങ്ങും. വളരെ ശ്രദ്ധിച്ച് ഓരോ അറിയിപ്പുകളും നമ്മൾ കേൾക്കും. ഇതുപോലെ ശ്രദ്ധിക്കണം. പക്ഷെ അനുസരണക്കേട് എന്തുവാ? ഇതിന് നേരെ വിപരീതം. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നെന്ന് ഒരു ശ്രദ്ധയില്ല. ഉഴപ്പോടുകൂടെ, വെറും അലസതയോടുകൂടെ അതിനെ നിരസിക്കുന്നു. അനുസരിക്കുന്നത് പിന്നാട്ട, കുറഞ്ഞ പക്ഷം ശ്രദ്ധിച്ചൊന്ന് കേൾക്ക് നീ. എവിടെ? അതുപോലുമില്ല. ഇതാണ് അനുസരണക്കേടിൻ്റെ അർത്ഥം. എന്തുവാ? ശ്രദ്ധിച്ച് കേൾക്കാൻ പോലും മനസ്സില്ലായ്മ. ശ്രദ്ധിച്ച് ശ്രവിക്കുവാൻ പോലും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ശ്രദ്ധക്കുറവ്. അപ്പോൾ അനുസരണക്കേട് എളുപ്പമായില്ലേ? കേൾക്കുന്നതിൽ പോലും അശ്രദ്ധരാണെങ്കിൽ അനുസരണക്കേട് പിന്നെ വളരെ എളുപ്പമാണ്. അതരുതെന്നാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. അത് അരുത്. അപ്പോൾ അനുസരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗം എന്തുവാ? ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കുക എന്നതാണ് അനുസരണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. അനുസരണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. പക്ഷേ പലപ്പോഴും നമ്മളോട് പറയുന്നത് എന്താണെന്ന് ശരിയായി നമുക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ശരിയല്ലേ? സ്തോത്രം. പറയുന്നത് എന്താണെന്ന്, പറയുന്നവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കേൾവിക്കാരന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞവൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കാൻ കേൾവിക്കാരനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അബദ്ധം, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. സ്കൂൾ കഴിഞ്ഞു. സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ഉള്ള ട്യൂഷൻ സെൻ്ററിലാണ് ഞാൻ ട്യൂഷൻ പഠിക്കുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയില്ല. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ട്യൂഷൻ സാറ്, അദ്ദേഹത്തിന് സോഡ കുടിക്കണം. അപ്പം തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്ന ഞങ്ങളുടെ ട്യൂട്ടോറിയൽ ട്യൂഷൻ സെൻ്ററിനോട് ചേർന്നൊരു മാടക്കടയുണ്ട്. അവിടുത്തെ സോഡ തീർന്നു പോയി.
റോഡിൻ്റെ അപ്പുറത്ത് ഉള്ള കടയിൽ നിന്ന് ഒരു സോഡ വാങ്ങിച്ചുകൊണ്ട് വരാൻ എന്നോട് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ സോഡ മേടിക്കാൻ പോകുന്നതൊക്കെ. എനിക്കറിയത്തില്ല സോഡ എങ്ങനെ, എന്താ ഒരു പിടുത്തമില്ല. കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടിലെ വട്ടുള്ള സോഡ, പൊട്ടിക്കുമ്പോൾ നല്ല ശബ്ദമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് അത് പൊട്ടിക്കുന്നതൊക്കെ കാണാൻ, ഇങ്ങനെ വിരൽ അങ്ങോട്ട് ഇറക്കി തുക്കുന്ന ശബ്ദത്തിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ രുചി എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പിടുത്തമില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാലി സോഡാ കുപ്പി എനിക്ക് തന്നിട്ട് അവിടെ നിന്നൊരു സോഡ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്ക് ഗ്രഹിച്ചില്ല, കുറച്ച് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ കടയിൽ ചെന്നു. അപ്പോൾ ഈ സാറ് അന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ തന്നില്ല. അവിടെ ചെന്നിട്ട് സോഡ ചോദിച്ചു, ഇന്ന സാറിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയ കുപ്പി മേടിച്ച് അവിടെ വെച്ചിട്ട് അവിടുന്ന് വേറൊരു സോഡ കുപ്പി എനിക്ക് എടുത്തു തന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ഇത് പൊട്ടിച്ച്. അപ്പോൾ പറഞ്ഞു, പൊട്ടിച്ചുകൊണ്ട് അവിടം വരെ ചെന്നാൽ ഗ്യാസ് എല്ലാം പോവും. ഞാൻ പറഞ്ഞു, ഇല്ല എന്നോട് പൊട്ടിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞ്. എനിക്കറിയത്തില്ല ഇത്. ഇപ്പോൾ പൊട്ടിച്ചപ്പം അത്രയും കൊണ്ട് ഞാൻ തൃപ്തനാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒഴിച്ചു തരണം. എനിക്കറിയില്ല, 2 കുപ്പിയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ഒരു കുഴപ്പമില്ലാന്ന്. അവിടെ നിന്നവരൊക്കെ ചിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒഴിക്കാനൊക്കത്തില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ നിന്നുകൊണ്ട് മറ്റേ കുപ്പിയിൽ നിന്ന് ഈ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചപ്പോഴത്തേക്കിനെയും വട്ടുള്ളതല്ലേ, കുറേയൊക്കെ താഴെ പോയി. സമയമെടുത്ത് ഏതായാലും തിരിച്ചു കൊണ്ടുവന്നപ്പം എന്നോട് സാർ ചോദിച്ചു, അവനിത് പൊട്ടിച്ചാണോ തന്നെ? അന്നേരമായി എനിക്ക് കത്തിയത് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു, ഇത് വേറെ ആരുണ്ട് കുടിച്ച കുപ്പിയുമാണ്. എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തു. അത് പക്ഷെ പൂർണ്ണതയുള്ളതായിരുന്നില്ല. ആ സാറിന് ഇന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ശരിയാക്കിയനെ. പക്ഷെ നമ്മുടെ ദൈവത്തെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലൊന്നും. അവിടുന്ന് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്നത് എന്താണെന്ന് ഏറ്റവും ആദ്യം ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്, അനുസരണക്കേടിൽ നിന്ന് ഒഴിവാകാൻ അഥവാ അനുസരിക്കുവാൻ. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുള്ള എത്തുന്നുവെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ക്രൈസ്തവ സഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ എന്ന് പറയുന്നവർ ഈ അടിസ്ഥാന വിഷയത്തിൽ തന്നെ പരാജിതരാണ്. എന്തേ? ദൈവം പറയുന്നത് എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സ് അതേ നിലയിൽ ഗ്രഹിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഇവിടെയാണ് പ്രസംഗകരുടെയും പ്രഭാഷകരുടെയും പ്രവാചകരുടെയും വേദ അധ്യാപകരുടെയും ഒക്കെ ഭാരിച്ച ഉത്തരവാദിത്വം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കൈമാറേണ്ട സന്ദേശം, അതിലൊരു ശകലം പോലും എന്താണ് പറയുന്നത്, അർത്ഥവ്യത്യാസം കേൾവിക്കാർക്ക് തോന്നരുത്. വളരെ സരളമായി അപ്പോൾ തന്നെ ദൈവവചനം പൂർണ്ണമായും കേൾവിക്കാരിൽ എത്തിക്കേണ്ട കടമ ഓരോ പ്രഭാഷകനും സുവിശേഷകനും പ്രവാചകനും ശുശ്രൂഷകനും അധ്യാപകനുമുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്വം മറന്നാണ് പലരും വേദികളിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. തെറ്റായ സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു.
നേരെ ചൊവ്വയെ പറഞ്ഞിട്ട് പലർക്കും പിടികിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വളച്ചും കൂടെ പറഞ്ഞാലോ? അരുത്. അതുകൊണ്ട് ദൈവവചനം നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അനുസരണക്കേട് വരാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടെ അവിടെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? We need to be so keen to understand what a particular portion or a text meant by God. And therefore it is very much important when a person, whether pastor, preacher, teacher, interpret the word, that we need to make it very crystal clear to the hearers what that text actually means. The very intention of the writer, the very meaning God intended when he wrote a particular portion. ഓരോ ഭാഗവും നമ്മൾ വായിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ആ എഴുത്തുകാരൻ അവിടെ എന്താണ് ഉദ്ദേശിച്ചത്, അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്ന യഥാർത്ഥ ഉദ്ദേശം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അനുസരണത്തിൻ്റെ ആദ്യ പടിയാണത്. അനുസരണത്തിൻ്റെ ആദ്യ പടി. സ്തോത്രം. ഈ ആദ്യ പടിയിൽ തന്നെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ, ഇന്ന് ഞാൻ ഉപദേശിയ, ഇന്ന് ഞായറാഴ്ച സഭായോഗം, ഗസ്റ്റും ആരുമില്ല, എനിക്ക് പ്രസംഗിച്ചേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ പിന്നെ എന്തെങ്കിലും തപ്പിയെടുത്ത് സമയം ഒപ്പിക്കും. വിശ്വാസികളോ ഇന്ന് സഭായോഗം പോയില്ലെങ്കിൽ പിന്നെ എല്ലാവരും ചോദിക്കും, പോകാം. പോയി അശ്രദ്ധമായിട്ടിരിക്കുക. വളരെ ശ്രദ്ധയോടെ, ഇല്ലെങ്കിൽ അനുസരണക്കേടിന് സാധ്യതയുണ്ട്. സ്തോത്രം. അതാണ് ഈ പാരാകൊയി എന്ന അനുസരണക്കേടെന്ന പദത്തിൻ്റെ അർത്ഥം. സ്തോത്രം. ഡിസൊബീഡിയൻസ്. നിങ്ങൾക്കോ കേൾപ്പാൻ മനസ്സില്ലായിരുന്നു എന്നാണ് പഴയ നിയമത്തിൽ പലയിടത്തും അനുസരണക്കേടെന്നതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സ്തോത്രം. In the Old Testament, disobedience is frequently described as a refusing to hear. See, Jeremiah 11 verse 10, യിരെമ്യാവ് 11:10 നോക്കിക്കേ. യിരെമ്യാവ് 11:10. അവർ കേട്ടനുസരിക്കാത്ത അവരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു, അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ ആരെങ്കിലും? They have turned back to the iniquities of their forefathers, who refused to hear my words. They have gone after other gods to serve them. കണ്ടോ, മലയാളത്തിൽ അനുസരണക്കേട് അല്ലെങ്കിൽ കേട്ടനുസരിച്ചില്ലെന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, who refused to hear my words.
അവരെൻ്റെ വാക്ക് കേട്ടനുസരിക്കാൻ കൂട്ടാക്കിയില്ല, കേൾക്കാൻ കൂട്ടാക്കിയില്ല. സെയിം 35:17, 35:17. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യുക കൊണ്ട് ഞാൻ യെരൂശലേമിന്റെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെ. സ്തോത്രം. They have not listened. അവർ എന്നെ ശ്രദ്ധിച്ചില്ല, കേട്ടനുസരിച്ചില്ല. അപ്പോൾ അനുസരണക്കേടെന്ന് പറഞ്ഞാൽ വേറെയും വാക്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 7:57, ആക്ട്സ് 7:57. ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികൾ 7:57. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. ചെവി പൊത്തിക്കൊണ്ട്. Put their hands over their ears and they rushed to. സ്തെഫാനോസിനെ കൊല്ലാനുള്ള രീതി, ആ അവസ്ഥയാണല്ലോ നമുക്കറിയാം. അവർ ചെവി പൊത്തിക്കൊണ്ട്, ഞങ്ങൾക്കൊന്നും കേൾക്കുകയേ വേണ്ട. നമ്മളും ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങൾ ചെയ്യാറില്ലേ, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തുന്ന. ചിലപ്പോൾ നമ്മുടെ മക്കൾ പോലും അപ്പനും അമ്മയും പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് അവർ ചെവി പൊത്താറുണ്ട്. അപ്പൊ ഈ കേൾക്കുകയേ വേണ്ട. അപ്പൊ കേൾക്കുന്നതിന് തന്നെയുള്ള ഒരു തിരസ്കരണം, കേൾക്കുന്നതേ നിരസിക്കുക. ഇനി ആ കേട്ടാൽ തന്നെ ശരിയായിട്ട് കാര്യം ഗ്രഹിക്കാതിരിക്കുക. ഇനി ഗ്രഹിച്ചാൽ തന്നെ അതൊട്ട് അനുസരിക്കാതെയും ഇരിക്കുക. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അനുസരണക്കേട് എന്ന കാര്യം വരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെ ഇസ്രായേൽ മക്കൾ അനുസരിക്കാതിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് നാം ഇവിടെ കണ്ടത്. സ്തോത്രം. അനുസരിക്കാതിരിക്കുക. അപ്പം അനുസരിക്കാതിരിക്കുമ്പോൾ എന്താ അതത്ര വലിയ പാപമായിട്ട് വരുന്നത്? വൈ അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് ഈസ് സോ ഇൻറ്റൻസ് ഇൻ? അരുളി ചെയ്തവനെ നിരസിക്കുന്നു. അരുളി ചെയ്തവനെ നിരസിക്കുന്നു. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന താക്കീത് എബ്രായ ലേഖനത്തിൽ അടുത്ത 10-12 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കുണ്ട്. അവിടെ ഇതേ ലേഖനത്തിൽ പറയുന്നുണ്ട്, അരുളി ചെയ്തവനെ നിരസിക്കുക. അനുസരണക്കേട് ഇത്ര വലിയ പാപമാകുവാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. എന്താ? പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അനുസരണക്കേട് എന്തുകൊണ്ട് ഇത്ര വലിയ പാപമാകുന്നു? ഇപ്പം
ഞാൻ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുക ഒരു ചികിത്സയ്ക്ക് വേണ്ടി. ഡോക്ടർ എന്നോട് പ്രിസ്ക്രിപ്ഷനൊക്കെ തന്ന് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, മരുന്നും ഒക്കെ എഴുതി തന്നു, അല്ലെങ്കിൽ മരുന്ന് എനിക്ക് തന്നു, ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു, എന്നിട്ട് എങ്ങനെ കഴിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതും മേടിച്ചുകൊണ്ട് വീട്ടിലൊക്കെ വന്നു. എന്നിട്ട് ഞാൻ പറയാം, ഓ, ഡോക്ടർ പറഞ്ഞത് രാവിലെയും വൈകിട്ടും കഴിക്കണം, ഞാൻ രാവിലെ മാത്രമേ കഴിക്കത്തുള്ളൂ. എന്താ അവിടുത്തെ വിഷയം? ഞാൻ ഡോക്ടറിനെ ഡോക്ടറായിട്ട് കണ്ടാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ അനുസരിക്കും. ഇവിടെ ഇപ്പം ഞാൻ അത് നിരസിച്ചപ്പം ഇവിടെ ഡോക്ടർ ആരായി? ഞാൻ ഇവിടുത്തെ ഡോക്ടറായി. ഞാൻ ഡോക്ടറായി. കാരണം ഞാൻ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു, ഇന്ന പോലെ ചെയ്താൽ മതി. ഓ, ആ പുള്ളി പോട്ടെന്നേ, ഫീസ് കൊടുത്തിട്ട് പോ. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഡോക്ടറായിട്ട് ഞാൻ പോയി കൺസൾട്ട് ചെയ്ത, ഞാൻ പോയി കണ്ട ഡോക്ടറേക്കാൾ വലിയ ആളായിട്ട് ഞാൻ എന്നെ കാണുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അനുസരിക്കാൻ തീരുമാനിച്ചു. ആ ക്വാളിഫൈഡ് ഡോക്ടർ, വിദഗ്ധനായ ഭിഷഗ്വരൻ എനിക്കാരുമല്ല. ഒരു ടീച്ചർ പഠിപ്പിച്ചു കുട്ടിയെ, പക്ഷേ ടീച്ചർ പറഞ്ഞത് ഇവൻ ചെയ്യത്തില്ല, ഇവൻ പഠിച്ചതേ ഇവൻ ചെയ്യും. ഇവൻ എന്താ വിചാരിക്കുന്നേ? ടീച്ചറിനേക്കാൾ എനിക്ക് കാര്യം അറിയാം. വീട്ടിനകത്ത് അപ്പനും അമ്മയും പറഞ്ഞാൽ കുഞ്ഞനുസരിക്കുന്നില്ല, അവന് തോന്നിയതേ ചെയ്യൂ. അവൻ എന്താ വിചാരിക്കുന്നേ? അപ്പനും അമ്മയ്ക്ക് എന്തോ അറിയാമെന്ന. ഇതല്ലേ സത്യത്തിൽ അനുസരണക്കേടിന്റെ തത്വം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഞാൻ അനുസരിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മരുന്നും ആഹാരവും ഒക്കെ കഴിക്കുകയാണെങ്കിൽ, ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് ഞാൻ അനുസരിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ വേറെ വല്ലതുമൊക്കെ പഠിക്കുകയാണെങ്കിൽ, അവിടെ ഞാൻ ഡോക്ടറേക്കാൾ വലിയവനായി, ടീച്ചറിനേക്കാൾ വലിയവനായി എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ള ടീച്ചറും ഡോക്ടറും അല്ല വിഷയം. അപ്രമാദിത്വമുള്ള ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. തെറ്റിക്കൂടായ്മയുള്ള വചനമാണ് നാം ലംഘിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അനുസരണക്കേടിനാൽ നാം എന്താ തെളിയിക്കുന്നത്? ഞാൻ ദൈവത്തെക്കാൾ ജ്ഞാനമുള്ളയാളും അധികാരമുള്ളയാളും ഒക്കെയാണെന്ന്. അയ്യോ, അത് വലിയ പാപമല്ലേ? സ്തോത്രം. അത് വലിയ പാപമല്ലേ? വക്കീല് പറയുന്നത് കേൾക്കാത്ത പ്രതി കേസ് ജയിക്കത്തില്ല. ഡോക്ടർ പറയുന്നത് അനുസരിക്കാത്ത രോഗി രക്ഷപ്പെടത്തില്ല. ടീച്ചർ പറയുന്നത് പഠിക്കാത്ത കുട്ടി വിജയിക്കത്തില്ല. അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത കുഞ്ഞ് ശുഭമാവുകയില്ല. എങ്കിൽ സർവജ്ഞാനിയായ ദൈവം നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ വചനം, അവൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ഇഷ്ടം നാം അനുസരിക്കാതെ ഇരുന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിനു മുകളിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന മഹാപാപം പ്രവർത്തിക്കുകയാണ്. അത് സംഭവിക്കരുത്. അത് സംഭവിക്കരുത്.
ദൈവത്തെക്കാൾ എനിക്ക് അധികാരമുണ്ടെന്നും ജ്ഞാനമുണ്ടെന്നും ദൈവത്തെക്കാൾ എനിക്ക് കഴിവുണ്ടെന്നും ഉള്ള സ്വാർത്ഥമായ തെറ്റായ ധാരണയിലാണ് ഞാൻ ഈ അനുസരണക്കേടിലേക്ക് പോകുന്നത്. അത് അരുളി ചെയ്തവനെ നിരസിക്കുന്നതാണ്. അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അത് പാടില്ല. സ്തോത്രം. ആ അനുസരണക്കേട് നമ്മിൽ സംഭവിക്കരുത്. ഇതേ കാര്യമാണ് എബ്രായ ലേഖനത്തിൽ അടുത്തൊരു താക്കീതായും നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. 12-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. 12:25 ഹീബ്രൂസ്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എബ്രായ ലേഖനം 2:2 ഈ 12:25 ഒരേ വിഷയമാണ് പറയുന്നത്. ഇതാണ് അനുസരണക്കേടിൻ്റെ തത്വം, അനുസരണക്കേടിൻ്റെ ഭീകരത്വം. അയ്യോ, ദൈവം, ആ ദൈവത്തിൻ്റെ വലിമ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയാൽ, സ്തോത്രം, നമ്മൾ ദൈവത്തെ പഞ്ചപുച്ഛമടക്കി അനുസരിക്കും. ഇല്ലേ? അനുസരിക്കും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് വടക്കേന്ത്യയിലൊക്കെ ഈ ചിലപ്പം ഞാനും വടക്കേന്ത്യയിലെ എൻ്റെ പെങ്ങളുടെ കൂടെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ഈ തണുപ്പ് സമയത്തൊക്കെ പനിയൊക്കെ പിടിച്ച് വരും. അപ്പം ഇവരുടെ ഈ പനിയും ചുമയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചിലപ്പം പറയും, ഇച്ചിരി ചായയൊക്കെ കുടിക്കുക. ഞങ്ങൾ ചായ കുടിക്കത്തില്ല. അന്നേരം പിന്നെ ഒരു വൈദ്യ രീതിയിൽ പറയും, മരുന്ന് കൊടുത്തിട്ട് പറയും, ഈ ചായക്ക് സാത്ത് ലേന. ചിലപ്പോൾ കൊടുക്കുന്നത് അയൺ ടാബ്ലറ്റാ, അല്ലെങ്കിൽ വൈറ്റമിൻ കോംപ്ലക്സിൻ്റെ ഏതെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സാണ് കൊടുക്കുന്നത്. അപ്പം ഇവരെ കൊണ്ട് ഈ തൊണ്ടയുടെ ഇതൊക്കെ ഒന്ന് മാറാൻ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചപ്പോൾ അവർ തണുത്ത വെള്ളം കുടിക്കുന്നത്. അപ്പം ഒരു മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും, ഈ ചായക്ക് സാത്ത് ലേന, ഇത് ചായക്കൊപ്പം ഈ മരുന്ന് കഴിക്കണം എന്ന് പറയും. ഓ ബെഞ്ചി, ചായ പീന പടേഗ. ആഹാ, പീന പടേഗ. 3 ദിവസം, ഈ 3 ദിവസം അടുപ്പിച്ച് ചിലപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഇച്ചിരി ചായയൊക്കെ ഇട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ചിരിഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഇവരുടെ ഈ ജലദോഷമൊക്കെ മാറും. അപ്പം വിദഗ്ധനായ ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് ഇവർക്കിഷ്ടമില്ലെങ്കിലും അനുസരിക്കും. കുറഞ്ഞപക്ഷം അത്രയുമെങ്കിലും നമ്മൾ നമ്മുടെ ദൈവത്തെ മഹത്വവാനായിട്ട് കണ്ടാൽ നാം നമ്മുടെ കർത്താവിനെ അനുസരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് അനുസരണക്കേട് വലിയ പാപമായിരിക്കുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുവരെ ഉള്ളതിൽ? സ്തോത്രം. .
ദൈവത്തെക്കാൾ നമ്മളെ തന്നെ ബുദ്ധിമാന്മാരായിട്ട് കണ്ടാൽ അനുസരണക്കേടുണ്ടാവും. ജ്ഞാനികളായി നമ്മളെ തന്നെ ദൈവത്തെക്കാൾ അധികം ജ്ഞാനികളായിട്ട് കണ്ടാൽ നമുക്ക് അനുസരണക്കേട് ജീവിതത്തിലുണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് നാം നമ്മുടെ നിസ്സാരത്വത്തെ മനസ്സിലാക്കി, ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് നാം എന്ന തിരിച്ചറിവോടെ ദൈവത്തെ നമുക്ക് അനുസരിക്കാം. അനുസരിക്കുന്നതിൻ്റെ ആദ്യ പടിയായി ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അത് അതേ അർത്ഥത്തിൽ ഗ്രഹിപ്പാൻ നമുക്കൊരുങ്ങാം. അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ ആത്മാവിന് വിധേയപ്പെടാതെ അനുസരണത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടവരായി നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ. അനുസരിക്കുന്നവരെ ചേർക്കുവാൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് വരുന്നതുകൊണ്ട് അനുസരണക്കേടിൻ്റെ തിക്തഫലങ്ങളിലേക്ക് തള്ളപ്പെടാതെ നാം ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുന്നവരാകാം. എന്താ ക്രിസ്തു നമുക്ക് കാണിച്ചത്? സ്തോത്രം. യേശു കർത്താവ് ഗ്രാജുവേറ്റ് ചെയ്തു. എവിടുന്ന്? School of suffering. സ്കൂൾ ഓഫ് സഫറിങ്. സ്തോത്രം. കഷ്ടതയുടെ സ്കൂളിൽ നിന്ന്. പ്രൈസ് ഗോഡ്. എന്തുവാ പഠിച്ചത് കഷ്ടതയുടെ സ്കൂളിൽ നിന്ന്? ഹി ലേൺഡ് Obedience to the point of death. അനുസരണം. എന്തുമാത്രം അനുസരണം പഠിച്ചു? ഹി വാസ് പെർഫെക്റ്റഡ്. അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സ്തോത്രം. തികഞ്ഞവനായി. തന്നെ അനുസരിക്കുന്ന ഏവർക്കും രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് കാണിച്ച ആ മാതൃക, ഇത് നമ്മൾ വായിക്കുന്നത് എബ്രായർ 5-ാമത്തെ അധ്യായത്തിലാണ്. 5-7-8 വാക്യങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഫിലിപ്പിയർ 2-ന്റെ 6, 7, 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു എന്ത് ചെയ്തു? മരണത്തോളം, അതേ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. അത്രമാത്രം കഷ്ടതയിൽ മരണം അനുഭവിക്കുമ്പോഴും പിതാവിനോടുള്ള അനുസരണത്തിൽ തന്നെ തന്നെ വിധേയപ്പെടുത്തി. അതേ മാതൃകയുള്ളവരായി നമുക്കും നമ്മെ വിധേയപ്പെടുത്തി ക്രിസ്തുവിൻ്റെ അനുസരണമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ രക്ഷയിൽ കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.